വാർദ്ധക്യകാലത്ത് സംരക്ഷിക്കുവാനെത്തിയവർ പാതിവഴിയിൽ ഉപേക്ഷിച്ചതിന്റെ ദുഃഖത്തിലാണ് ചരിത്ര പ്രാധാന്യമുള്ള മുത്തച്ചി. പുനലൂർ തൂക്കുപാലത്തിനാണ് ഈ വാർദ്ധക്യ ദുസ്ഥിതി. കൊട്ടിഘോഷിച്ച് നടത്തിയ ഉദ്ഘാടന മാമാങ്കത്തിന്റെ ഉശിരും ചൂടും തുടർന്നില്ല. പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണ പ്രവർത്തനം പകുതിയിൽ നിലച്ചു. കഴിഞ്ഞ മാർച്ചിൽ പൂർത്തിയാകുമെന്ന് ആവർത്തിച്ചുള്ള പ്രഖ്യാപനം പാഴ്വാക്കായി. അടുത്ത മാർച്ചിലും നവീകരണം പൂർത്തിയാവാനിടയില്ല. പുനരുദ്ധാരണത്തിനായി സർക്കാർ 78 ലക്ഷം രൂപ അനുവദിച്ച സംരക്ഷിത സ്മാരകത്തിനാണ് ഈ അവസ്ഥ. ഒന്നാം ഘട്ട നവീകരണം പൂർത്തിയാക്കിയ പാലത്തിൽ പാകുവാനുള്ള കമ്പകത്തടി ലഭ്യമാക്കുവാൻ വനം പുരാവസ്തു വകുപ്പുകൾ മുൻകൈയെടുക്കാത്തതാണ് കാരണം. ആദ്യഘട്ടത്തിൽ മിനുക്കിയെടുത്ത കൽക്കമാനത്തിൽ വീണ്ടും ആൽമരത്തൈകൾ വളർന്നു തുടങ്ങിയിരിക്കുകയാണ്. പുനലൂർ പട്ടണത്തിൽ കല്ലടയാറിന് കുറുകെ 1879 ബ്രിട്ടീഷ് എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കിയതാണ് തൂക്കുപാലം. 1990 പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി ഏറ്റെടുത്ത പാലം 5 വർഷം മുമ്പ് 35 ലക്ഷം രൂപ മുടക്കി പുനരുദ്ധരിച്ചു. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ പാലത്തിലെ പലകൾ ദ്രവിച്ചു തകർന്നു. അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പാലത്തിൽ ഉപയോഗിച്ചത് കമ്പകത്തടികൾക്കു പകരം പാഴ്ത്തടിയാണെന്ന് കണ്ടെത്തി. നഗരസഭ മുൻകൈയെടുത്താണ് പാലം വീണ്ടും നവീകരിക്കാൻ വഴിയൊരുക്കിയത്. ഇതിന്റെ ഫലമായി 12ാം ധനകാര്യ കമ്മീഷൻ കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക അനുവദിച്ചു. 28 ലക്ഷം രൂപ കൊണ്ട് ആദ്യഘട്ട നവീകരണം തുടങ്ങി. കഴിഞ്ഞ ജനുവരി 2ാം വാരത്തിലായിരുന്നു ഇത്. മാർച്ചിൽ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും നടന്നില്ല. പകരം മാർച്ച് 25 ആയപ്പോഴേക്കും പണി നിലച്ചു. ജൂണിലാണ് പണി വീണ്ടും പുനരാരംഭിച്ചത്. ഓഗസ്റ്റിൽ 1ാം ഘട്ടം പൂർത്തിയാവുകയും ചെയ്തു. ഉരുക്ക് ഗഡറുകളിലെ തുരുമ്പ് നീക്കൽ, കൽക്കമാനങ്ങൾ മിനുക്കൽ, ഇളകിയ കല്ലുകൾ പുനഃസ്ഥാപിക്കൽ എന്നിവയായിരുന്നു ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. 2ാം ഘട്ടത്തിലാണ് നടപ്പലകൾ പുനഃസ്ഥാപിക്കുന്ന ജോലികൾ. 50 ലക്ഷമാണ് ഇതിന് അനുവദിച്ചിട്ടുള്ള തുക. അഴിമതി ആവർത്തിക്കാതിരിക്കുവാൻ വനംവകുപ്പിൽ നിന്നു തന്നെ കമ്പകത്തടി ലഭ്യമാക്കണമെന്ന് കെ രാജു MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ വനംവകുപ്പിന് സ്വന്തം ഡിപ്പോകളിൽ നിന്ന് 12 ക്യൂബിക് മീറ്റർ കമ്പകത്തടി മാത്രമേ കണ്ടെത്താനായുള്ളൂ. 400 അടി നീളവും 20 അടി വീതിയുമുള്ള പാലത്തിൽ പാകുവാൻ 60 ക്യൂബിക് മീറ്റർ തടിയാണ് വേണ്ടത്. എന്നാൽ കൂടുതൽ തടി കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളൊന്നും പിന്നീട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇതുമൂലം പാലത്തിന്റെ നവീകരണം അനിശ്ചിതമായി നീളുകയാണ്. കമ്പകത്തടി ലഭ്യമാക്കുവാൻ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിക്കുമെന്ന് 1.5 മാസം മുമ്പ് പാലം സന്ദർശിച്ച പുരാവസ്തു വകുപ്പ് മന്ത്രി MA ബേബി നഗരസഭാ അധികൃതർക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ അതുമുണ്ടായില്ല.